കേരള പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും അഡ്രസ്സും എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് പ്രവാസി വെൽഫെയർ എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ താഴെ ലോഗിൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ എന്നത് സെലക്ട് ചെയ്ത് നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും താഴെ കാണുന്ന ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ മുകളിലായി കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ മൊബൈൽ അപ്ഡേഷൻ എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്ത ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെയായി ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ എന്ന് കാണിക്കും. അഡ്രസ് ചേഞ്ച് ചെയ്യാനായി വീണ്ടും മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന മെമ്പർഷിപ്പ് ഡീറ്റെയിൽ ചേഞ്ച് എന്നതിൽ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചേഞ്ച് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻ കാണാം. നെയിം, ഗാർഡിയൻ നെയിം, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, ജെൻഡർ. ഇതിലേതാണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ചേഞ്ച് ചെയ്യാനായി കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ മുമ്പ് കൊടുത്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഇവിടെ കാണിക്കുന്നതാണ്. താഴെ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ പുതിയ അഡ്രസ് കറക്റ്റായി എൻ്റർ ചെയ്യുക. അഡ്രസ് പ്രൂഫിനായി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആധാർ കാർഡോ പാൻ കാർഡോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ആധാർ കാർഡിൻ്റെ 2 വശവും ചേർത്ത് വേണം അപ്ലോഡ് ചെയ്യാൻ. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനായി ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഫയൽ സെലക്ട് ചെയ്യുക. ഫയലിൻ്റെ മാക്സിമം സൈസ് 1 MBയും JPG, PDF എന്നീ ഫോർമാറ്റിലുള്ളതുമായിരിക്കണം. അതിനുശേഷം സേവ് കൊടുക്കുക. ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്ത് 2-3 ദിവസങ്ങൾ കൊണ്ട് അപ്രൂവ് ആവുന്നതാണ്. അതിന് താഴെയായി ഇതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും.